എന്തിനാടാ അത്? എനിക്കറിയില്ല. അവളോട് ചോദിച്ചാലും ഉത്തരം കിട്ടുമെന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്തിനാ വെറുതെ സമയം കളയുന്നത്? നീ നിന്റെ ജോലിയാ നോക്കും. വെറുതെ കരുണാകരന്റെ വഴക്ക് കേൾക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കൈലാഷ് സാർ വന്ന സെക്യൂരിറ്റി ചേട്ടൻ പറയും. നീ ഒന്ന് ക്ഷമയോടെ കാത്തു നിൽക്ക്. സാറിനോട് പാറു അന്വേഷിച്ച കാര്യം പറഞ്ഞാലോ? അയ്യോ, മുക്ത മേഡം കൂടെ ഉണ്ടല്ലോ. പാറു പറഞ്ഞത് കൈലാസ് സാറിനെ അറിയിച്ചു എന്നറിഞ്ഞാൽ അവരെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വരെ സാധ്യതയുണ്ട്. എന്താ ചെയ്യാ? ഗുഡ് മോർണിംഗ് സാർ. Kailash, just a minute. Okay, carry on. Hello, sir. Good morning. The order will reach you on time. Sure. ഗുഡ് മോർണിംഗ് സാർ. Good morning. വെറുതെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. കൈലാഷ് സാർ വന്നൊന്ന് പാറുവിനെ അറിയിക്കാം. ബാക്കിയൊക്കെ അവർ തമ്മിലായിക്കോളും. ഇതേ എന്താ ഏട്ടാ? കൈലാഷ് സാർ വന്ന പാറുവിനെ അറിയിക്കണമെന്ന് അവള് പറഞ്ഞിരുന്നു. സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് ഞാൻ പോയ കരുണാകരൻ സാറിനെ ചീത്ത വിളിക്കും. I'll call you back later. Is that okay? Yeah. നീ പാറുവിനെ വിവരം അറിയിക്കാവോ? ശരി ഏട്ടാ. Excuse me. പാർവതി എന്തിനാ കൈലാഷിനെ കാണണമെന്ന് പറഞ്ഞത്? അത് പറഞ്ഞില്ല മാഡം. MD യെ കുറിച്ചൊരു സ്റ്റാഫ് അന്വേഷിച്ച ഉടനെ എല്ലാ വിവരവും താൻ പറയുവോ? ഇതിനാണോ തന്നെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്? ഞാനൊന്നും അറിയിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞാണ് മാഡം. പക്ഷേ പാർവതി വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. ഒരുപാട് അപേക്ഷിച്ചപ്പോൾ കൈലാസ് സാറ് വന്നവരെ ഞാൻ അറിയിക്കാമെന്ന് കരുതി. ഇങ്ങനെ മുതലെടുക്കാൻ ഉദ്ദേശമുള്ളവര് കരഞ്ഞ് കാല് പിടിച്ചെന്നൊക്കെ വരും. അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്താനുള്ള വിവേചന ബുദ്ധി തനിക്ക് ഉണ്ടാവണം. അതും തന്റെ ജോലിയുടെ ഭാഗമാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് മാഡം. ഇനി ഇങ്ങനെയുള്ളവരെ കൈലാഷിനെ കാണാനോ സംസാരിക്കാനോ താൻ സഹായിച്ചാൽ ആ നിമിഷം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. യു കെൻ ഗോ നൗ. സോറി മാഡം. നീയും കൂടെ കേൾക്കാനാ പറഞ്ഞത്. സോറി മാഡം. പാർവതി എന്തിനാ രാവിലെ തന്നെ കൈലാഷിനെ കാണാൻ ശ്രമിക്കുന്നേ? അവൾ ഇപ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും. ചിലപ്പോ എന്നോട് ചോദിച്ച പോലെ ആ റിസോർട്ടിലെ CCTV ഫുട്ടേജ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് അറിയാനായിരിക്കും. അറ്റ് എനി കോസ്റ്റ് പാർവതിയെ കൈലാഷിനെ കാണാൻ സമ്മതിക്കരുത്. സൗന്ദര്യ, ഇങ്ങനെ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയെങ്കിലും കൈലാഷ് സാറിനെ കാണാൻ ശ്രമിക്കണം. അതിന് സാറ് വന്നോന്ന് പോലും ഉറപ്പില്ലല്ലോ. 10 മണി കഴിഞ്ഞില്ലേ? അദ്ദേഹം വന്നു കാണുന്ന എനിക്ക് തോന്നുന്നത്. അതിന് നിന്റെ കരുണാകരൻ പോവാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒരു കാര്യം ചെയ്. പ്രിയൻചേട്ടനോട് നിനക്ക് കൈലാഷ് സാറിനെ കാണണമെന്ന് പറ. പ്രിയൻചേട്ടൻ കൈലാഷ് സാറിനെ വിവരം അറിയിച്ചോളും. അല്ലെങ്കിൽ തന്നെ പ്രിയൻചേട്ടൻ എന്നോട് നല്ല ദേഷ്യത്തിലാണ്. ഇങ്ങനൊരു ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതെന്തിനാന്ന് പ്രിയൻചേട്ടൻ ചോദിക്കും. എനിക്കതിന് ഉത്തരം നൽകാൻ കഴിയില്ല സൗന്ദര്യ. ഞാൻ കൈലാഷ് സാറിന്റെ കയ്യിൽ നിന്നും വീഡിയോ വാങ്ങാനാണ് ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞാൽ പ്രിയൻചേട്ടൻ അതിന്റെ പുറകെ അന്വേഷിച്ചിറങ്ങും. പ്രിയൻചേട്ടൻ സത്യം മനസ്സിലാക്കിയ ആകെ പ്രശ്നമാവും. വേറെ ആരെയും പറഞ്ഞു വിടാനുള്ള ഉദ്ദേശം നിനക്കില്ലെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. കരുണാകരന്റെ ശ്രദ്ധ തെറ്റുമ്പോ നീ പുറകിലെ ഡോർ വഴി ഇറങ്ങി പോണം. അവിടെയുള്ള VIP ലിഫ്റ്റ് ഉപയോഗിച്ച് നേരെ കൈലാഷ് സാർ ഇരിക്കുന്ന ഫ്ലോറിലെത്താം.
ഞാനിവിടെ ഇല്ലെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ച പ്രശ്നാവില്ലേ? നിന്നോട് ആരെങ്കിലും ചോദിച്ചാ നീ എന്ത് പറയും? എന്നോട് ആരും ഒന്നും ചോദിക്കില്ല. ചോദിച്ചാൽ തന്നെ ഞാൻ അവരെ കൺഫ്യൂസ് ചെയ്ത് വിട്ടോളാം. എനിക്ക് മറവിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ആരും എന്നെ കുറ്റം പറയില്ല. കരുനാഗ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല. നീ വേഗം പൊക്കോ. ഈശ്വരാ മുക്ത, ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ജോലി സമയത്ത് മഷീന്റെ മുന്നിൽ ഇരിക്കാതെ ഇവിടെ വന്ന് നീ എന്താ ചെയ്യുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? ഈ വഴിക്ക് എങ്ങോട്ട് പോകാനായിരുന്നു നിന്റെ പരിപാടി? അത് പിന്നെ വല്ലാതെ ദാഹിച്ചപ്പോ വെള്ളം കുടിക്കാൻ പോയതാ. വെള്ളം വെച്ചിരിക്കുന്നത് ആ ഭാഗത്തല്ലേ? ഈ ഡോറിനപ്പുറമുള്ള VIP ലിഫ്റ്റിന്റെ അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ടോ?